Quickly, I'll be sharing something that can really touch your life and change your life. നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ചില കാര്യങ്ങളാണ് ഇന്ന് കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്നത്. This message can really penetrate into your hearts and bring out a great change and transformation. ഈ സന്ദേശത്തിന് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് തുളച്ചു കയറാൻ വലിയ അത്ഭുത രൂപാന്തരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ പുറപ്പെടുവിക്കാൻ ശക്തിയുള്ള സന്ദേശങ്ങളാണ്. Shout hallelujah. ഹല്ലേലൂയ പറയും. God is the architect and the designer of the entire universe. ദൈവമാണ് ഈ സകല പ്രപഞ്ചത്തിന്റെയും ശില്പിയായിരിക്കുന്നവൻ, രൂപകൽപ്പന ചെയ്തവൻ. And the same God is the designer and the architect of every human life. അതേ പ്രപഞ്ചം സൃഷ്ടിച്ച അതേ ദൈവം തന്നെയാണ് ഓരോ മനുഷ്യന്റെ ഈ പുറകിൽ ശില്പിയായിരിക്കുന്നത്. So if we allow him to move in our lives, work in our lives, he will bring out the best from us. നമ്മൾ കർത്താവിന് അനുവദിച്ചു കൊടുക്കുകയാണെങ്കിൽ, തുറന്നു കൊടുക്കുകയാണെങ്കിൽ നമ്മളെ ഏറ്റവും നല്ലതിനെ കർത്താവിന് പുറത്തേക്ക് കൊണ്ടുവരും. Jeremiah chapter 18, we see an analogy given there. The prophet was taken to a potter's house and he was watching how the potter was doing his work with a lump of clay. ഇതാ യെരമ്യാ പ്രവചനം 18-ാം അധ്യായത്തിൽ നമ്മൾ അതിന്റെ ഒരു സാദൃശ്യം നമ്മൾ കാണുകയാണ്. പ്രവാചകനെ ദൈവാത്മാവ് ഒരു കുശവന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ഒരു കളിമൺ പിണ്ഡം എങ്ങനെയാണ് അത് പ്രവർത്തിക്കപ്പെടുന്നത് എന്ന് കാണിച്ചു കൊടുക്കുകയാണ്. Even though the context and the message is in a different setting, we can draw a general message from that. We all are in the hands of the potter's hand. I mean in the hands of the potter. ദൈവം കാണിച്ചു കൊടുത്തൊരു കാര്യം അന്നത്തെ കാലഘട്ടത്തിൽ മറ്റൊരു പശ്ചാത്തലത്തിൽ പറഞ്ഞതാണെങ്കിലും പൊതുവായൊരു സന്ദേശം നമുക്ക് എടുക്കാവുന്നത് നാം എല്ലാവരും ദൈവമാകുന്ന കുശവന്റെ ചക്രത്തിലെ കളിമൺ പിണ്ഡങ്ങളാണ്. Very, very clearly tonight the Holy Spirit says, everyone here, everyone there, the fingers of the master architect, the designer, the fingers are on you and he is bringing out a form and a shape in your life. ഇതാ പ്രധാന ശില്പിയായ ദൈവത്തിന്റെ, ആ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ച ദൈവത്തിന്റെ കൈവിരലുകൾ നിങ്ങളിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളിലുള്ള ഏറ്റവും നല്ലതിനെ, നിങ്ങൾക്ക് ഏറ്റവും നല്ല രൂപവും ആകൃതിയും നൽകുവാൻ ആ കരങ്ങൾക്ക് ശക്തിയുണ്ട്. We have only peanut brains inside the skull, and there are limitations for our thinking and processing and reasoning. But the master brain, the mastermind, he knows everything about us and where our life is coming to an end. നമ്മളുടെ തലയോട്ടിയുടെ അകത്ത് കപ്പലിന്റെ വലിപ്പത്തിലുള്ള ചെറിയൊരു തലച്ചോറ് മാത്രമേ നമുക്കുള്ളൂ. നമ്മൾ ചിന്തിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനൊക്കെ പരിമിതികളുണ്ട്. എന്നാൽ സകലത്തെ നിർമ്മിച്ചവനായ, സകലത്തിന്റെ ശിരാകേന്ദ്രമായ ആ ദൈവത്തിന്റെ പക്കൽ യാതൊരു പരിധികളുമില്ല. അവനാണ് നമ്മളെ രൂപപ്പെടുത്തുന്നത്. Hallelujah. Hallelujah. I think 2 Corinthians chapter 5 verse number 7 says we walk by faith and not by sight. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 7-ാം വചനത്തിൽ പറയുന്നു, കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ നാം നടക്കുന്നു. One thing we have to understand is that sight there is this physical eyesight, but that faith is the spiritual faith, but that faith is the eye of the spirit. ഇവിടെ പറയുന്നത് കാഴ്ചയാൽ അല്ല എന്ന് പറയുമ്പോൾ ഈ കണ്ണുകൊണ്ടുള്ള കാഴ്ചയാലല്ല, എന്നാൽ വിശ്വാസത്താലത്രേ. ആ വിശ്വാസം എന്നത് ആത്മീകമായ ഒരു ദൃഷ്ടി തുറന്ന് കാണുന്ന ഒരു വിശ്വാസത്തെയാണ്. Hallelujah. Hallelujah. I usually say this, the Holy Spirit is our biographer. ഞാൻ സാധാരണഗതിയിൽ ഇങ്ങനെ പറയാറുണ്ട്, പരിശുദ്ധാത്മാവാണ് നമ്മുടെ ജീവിതകഥ എഴുതുന്ന ആൾ. Hallelujah. Hallelujah. That is clearly mentioned in Psalm 139. സങ്കീർത്തനം 139 അത് വ്യക്തമായി എഴുതി വെച്ചിരിക്കുന്നു. Even every day is designed for us so that the cumulative effect of all these days lived out in the grace of God, in the fear of God, in the favor of God, will take us to the ultimate destiny
He has set for us. ഇതാ നമ്മുടെ ഓരോ ദിവസങ്ങളിലെ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുകയാണ്. നമ്മുടെ മേൽ ഓരോ കാര്യങ്ങൾ പകരപ്പെടുന്നതും നമ്മുടെ മേൽ കുമിഞ്ഞുകൂടുന്ന ദൈവിക അനുഗ്രഹങ്ങളും ആത്യന്തികമായി നമ്മൾ എവിടെ എത്തിച്ചേരുവാൻ നമ്മുടെ ശുഭഭാവിതയെ വെച്ചിരിക്കുന്നുവോ അവിടെ എത്തിച്ചേരുവാൻ പരിശുദ്ധാത്മാവ് അതിനെ ഉപയോഗിക്കും. If you follow me, say amen. കൂടെയുള്ളവർ ഒരു ആമേൻ പറയാമോ? And most of the times God will never give us an explanation. സാധാരണഗതിയിൽ ദൈവം ഒരിക്കലും അതിന്റെ വിശദീകരണങ്ങൾ നമുക്ക് തരാറില്ല. Hallelujah. ഹല്ലേലൂയ. This is where we have to operate and we have to take each step with faith. അതുകൊണ്ടാണ് നാം ഓരോ ചുവടുകളും വിശ്വാസത്താൽ നാം എടുത്തു വെക്കേണ്ടത്. Everybody shout faith. ചേർന്ന് പറയാമോ? വിശ്വാസം, വിശ്വാസം, Say it again. വിശ്വാസം, Hallelujah. വിശ്വാസം. I just want to give this verse as an introduction. Hebrews chapter 12 and verse number 2. ഇതാ ഒരു ആമുഖമായി എബ്രായലേഖനം 12-ാം അധ്യായം 2-ാമത്തെ വചനം നമുക്ക് എടുക്കാം. It is the continuation of verse 1, but I'm just extracting verse number 2. It says, fixing our eyes on Jesus, the pioneer and perfecter of faith. 1-ാം വചനത്തിന്റെ ഒരു തുടർച്ചയാണ്. എന്നാൽ 2-ാം വചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ ഒന്ന് കൂടുതൽ കൊടുക്കാം. വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. So two words are given. The one is pioneer, the second is perfecter. അവിടെ 2 പദങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. ഒന്ന് ആരംഭകൻ, 2 പൂർത്തിയാക്കുന്നവൻ. Jesus is the pioneer and he is also the perfecter. യേശു തന്നെയാണ് ആരംഭിക്കുന്നവനും യേശു തന്നെയാണ് പൂർത്തീകരിക്കുന്നവനും. In other words, he is the alpha, he is the omega, he is the beginning and he is the end. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അവൻ തന്നെയാണ് ആൽഫയും ഒമേഗയും, ആദ്യനും അന്ത്യനുമായവൻ. So we start our life with faith in Jesus and we finish our life in faith in Jesus. നമ്മൾ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നമ്മുടെ വിശ്വാസ ജീവിതം ആരംഭിക്കുകയും യേശുവിലുള്ള വിശ്വാസത്താൽ തന്നെ അത് നമ്മൾ പൂർത്തീകരിക്കുകയും ചെയ്യുന്നു. Hallelujah. ഹല്ലേലൂയ. But then it continues. Verse number 2, the second part, for the joy set before him, he endured the cross, scorning its shame, and sat down at the right hand of the throne of God. ആ വചനം പിന്നെയും തുടരുകയാണ്. തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷമോർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. Hallelujah. ഹല്ലേലൂയ. Whatever Jesus did on earth was for us. കർത്താവായ യേശു ഭൂമിയിൽ ചെയ്തതെല്ലാം നമുക്ക് വേണ്ടിയായിരുന്നു. He is the pioneer, he is the prototype, he is the perfecter, and he did everything to set an example, to give us a roadmap so that we can follow it. ഇതാ യേശു തന്നെയാണ് ആരംഭകൻ, യേശു തന്നെയാണ് നമുക്ക് മാതൃകയായി സ്വയമായി നിന്നവൻ, യേശു തന്നെയാണ് പൂർത്തീകരിക്കുന്നവൻ. ഈ ഭൂമി നാം എങ്ങനെയൊക്കെ ജീവിക്കണമോ അതിന്റെ ഉത്തമ ഉദാഹരണമായി യേശു ജീവിച്ചു. If you have any doubt about human life, look at Jesus. നിങ്ങൾക്ക് മനുഷ്യജീവിതത്തെ കുറിച്ച് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ യേശുവിനെ നോക്കിയാൽ മതി. See, if you are believing in Jesus and if you still doubt where I am going to reach, no need of any doubt. Just look at the perfect example. Jesus started and he finished. This is what is going to happen in your life because you are following his path. You are his disciple. ഇത് എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും, എങ്ങോട്ടാണ് ഞാൻ പോകുന്നത്, അങ്ങനെ ഒരു ആശങ്കയുള്ള വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ യേശുവിനെ നോക്കിയാൽ മാത്രം മതി. അവൻ ആരംഭിച്ചു, അവൻ പൂർത്തീകരിച്ചു. നിങ്ങൾ യേശുവിനെ നോക്കിയിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾ ആരംഭിക്കുകയും ചെയ്യും, നിങ്ങൾ പൂർത്തീകരിക്കുകയും ചെയ്യും. Whatever we are going through today, he has gone through in an amplified way. നമ്മൾ ഇന്ന് മനുഷ്യജീവിതത്തിൽ ഏതൊക്കെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടോ അതിന്റെ ഒരു കാഠിന്യമേറിയ അവസ്ഥയിലൂടെ യേശു കടന്നു പോയതാണ്. Here in the second part, Hebrews chapter 12 verse number 2, B part, for the joy set before him. There was joy set before him. Even in our lives there is joy set before us. ആ 2-ാം വചനത്തിന്റെ ബി പാർട്ട് നാം നോക്കുമ്പോൾ തന്റെ മുൻപിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്ത് നമ്മുടെ ജീവിതത്തിലും മുൻപിൽ കർത്താവ് ഒരു സന്തോഷം വെച്ചിട്ടുണ്ട്. Everybody say there is joy set in front of us. എല്ലാവരും ചേർന്ന് പറയാമോ? നമ്മുടെ മുൻപിൽ കർത്താവ് ഒരു സന്തോഷം വെച്ചിരിക്കുന്നു. എന്റെ മുമ്പിൽ എന്ന് പറഞ്ഞാൽ എന്റെ മുൻപിൽ കർത്താവ് സന്തോഷം വെച്ചിരിക്കുന്നു. That means there is no sorrow in the days to come. He is going to eliminate, delete
all grief and sorrow and worry from your life, you are going to reach a place where there will be only joy. അതിന്റെ അർത്ഥം ഇതാണ്, നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ കർത്താവ് സകല ദുഃഖങ്ങളെയും തുടച്ചു മാറ്റും, സകല നിരാശകളെ തുടച്ചു മാറ്റി യാതൊരു ദുഃഖങ്ങൾക്കും സാധ്യതയും ഇടവുമില്ലാത്ത ഒരു ഇടത്തേക്ക്, അവസ്ഥയിലേക്ക് കർത്താവ് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ പോവുകയാണ്. Look at Jesus, how he lived. യേശുവിനെ നോക്ക്, അവൻ എങ്ങനെയാണ് ജീവിച്ചത്. The joy, because of the joy that was set before him, he endured the cross in this world. ഇതാ തൻ്റെ മുമ്പിൽ വെച്ചിരുന്ന സന്തോഷം ഓർത്തുകൊണ്ട്, അത് തന്നെ മുൻപിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഈ ലോകത്തിലെ ക്രൂശിനെ അവൻ അലക്ഷ്യമാക്കി അവഗണിച്ചു. Any person who is not willing to carry the cross, endure the cross, is not worthy to follow him. ക്രൂശിനെ വഹിക്കുവാൻ മനസ്സില്ലാത്ത ഒരാൾ, തയ്യാറല്ലാത്ത ഒരാൾക്ക് യേശുവിനെ പിൻപറ്റുവാൻ സാധ്യമല്ല. അതിനുള്ള ക്വാളിഫിക്കേഷൻ ഇല്ല. Because in the beginning itself Jesus said, if you want to follow me, you have to carry the cross, not once a while, not once a year, but daily. ഇത് യേശു പ്രാരംഭത്തിൽ തന്നെ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞിരുന്നു, നിങ്ങൾ എന്നെ പിൻപറ്റുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളുടെ ക്രൂശ് എടുത്ത് എന്നെ പിൻപറ്റുക, ഒരിക്കൽ മാത്രമല്ല എല്ലാ ദിവസവും. Hallelujah. Hallelujah. So the way of Jesus is the way of the cross. അതായത് യേശുവിന്റെ വഴി എന്നത് ക്രൂശിന്റെ വഴിയാണ്. But the end of the way is joy. എന്നാൽ ആ വഴിയുടെ അവസാനം വെച്ചിരിക്കുന്നത് സന്തോഷമാണ്. Say it again. ആ വഴിയുടെ അവസാനം വെച്ചിരിക്കുന്നത് സന്തോഷമാണ്. My brothers and sisters, look at me. There is a great joy, indescribable joy that is set in front of it. That is the God. That is where you are going to reach, where you will never know any pain or any worry or sorrow. You are going to reach that place. But along the way, you have to carry the cross. You have to endure the cross. ഇതാ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ പോകുന്ന ആ വഴിയുടെ അറ്റത്ത്, അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് വെച്ചിരിക്കുന്ന ഒരു മഹാസന്തോഷമാണ്. എന്നാൽ ആ വഴിയിലൂടെ നാം യാത്ര ചെയ്യുമ്പോൾ യാതനകളുണ്ടാകും. ക്രൂശ് വഹിച്ചുകൊണ്ടാണ് പോകുന്നത്. എന്നാൽ അവിടെ എത്തിച്ചേർന്നാൽ യാതൊരു വിധമായ സങ്കടങ്ങൾക്കും ദുഃഖങ്ങൾക്കും ആകുലതകൾക്കും ഇടമില്ലാത്ത രീതിയിൽ ഒരു മഹാസന്തോഷമാണ് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ഹല്ലേലൂയ. Then it says, and he sat down at the right hand of the throne of God. തുടർന്ന് പറയുകയാണ്, ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്തു. Hallelujah. Hallelujah. So three things. Number one, there was joy set in front of him. Number two, because of that he endured the cross. Number three, and after enduring the cross, he is now sitting at the right hand side of the Father. ഇതാ ഒന്നാമതായിട്ട് അവിടെ കാണുന്നു, ഒരു സന്തോഷം അവന്റെ മുമ്പിൽ വെച്ചിരുന്നു. ആ സന്തോഷം മുൻപിൽ കണ്ടതുകൊണ്ട് താൻ ക്രൂശിനെ സഹിച്ചു. അതുകൊണ്ട് അവൻ പിന്നീട് ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരുന്നു. Hallelujah. So if this happened in the life of Jesus, this will happen in the life of his children. ഇതാണ് യേശുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചതെങ്കിൽ യേശുവിന്റെ മക്കളുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. Say it again. Say it again. ഇതാണ് യേശുവിന്റെ ജീവിതത്തിൽ സംഭവിച്ചതെങ്കിൽ കർത്താവിന്റെ മക്കളുടെ ജീവിതത്തിലും ഇത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. So what are the three things? There is joy set in front of us. ഏതൊക്കെയാണ് ആ മൂന്ന് കാര്യങ്ങൾ? ഒന്ന്, നമ്മുടെ മുൻപിൽ വലിയൊരു സന്തോഷം വെച്ചിരിക്കുന്നു. So that we have to endure the cross, all kinds of sufferings in this life. അതുകൊണ്ട് ഈ ജീവിതത്തിൽ ആ സന്തോഷത്തിലേക്കുള്ള യാത്രയിൽ ഈ ഭൂമിയിൽ നമ്മൾ യാതനകൾ അല്ലെങ്കിൽ കഷ്ടതകൾ സഹിക്കേണ്ടി വരും. And one day we will be sitting along with Jesus at the right side of the Father. അങ്ങനെ ഒരു ദിവസം നാം യേശുവിനോട് കൂടെ പിതാവിന്റെ വലതുഭാഗത്ത് നമ്മൾ ഇരിക്കും. I think in the first verse, chapter 12, in the first verse, it says, you have to run the race. Now it is running time. ഇപ്പോൾ 12-ാം അധ്യായത്തിന് തന്നെ പ്രാരംഭ വചനത്തിൽ 1-ാം വചനത്തിൽ ഇങ്ങനെയാണ്, നാം ഓട്ടം സ്ഥിരതയോടെ ഓടുക. ഇപ്പോൾ ഓടേണ്ട സമയമാണ്, ഓടുന്ന സമയമാണ്. But there comes a time you'll be sitting. എന്നാൽ നിങ്ങൾ ഇരിക്കുന്ന ഒരു സമയം വരുന്നുണ്ട്. Hello. കേൾക്കുന്നുണ്ടോ? Now it is time to run. ഇപ്പോൾ നമ്മൾ ഓടുന്ന സമയമാണ്. Just like Jesus is sitting now, there comes a time
you will also sit after finishing the race. യേശു ഇപ്പോൾ ഇരിക്കുന്നത് പോലെ ഓട്ടം ഓടി പൂർത്തിയാക്കിയ ശേഷം നാമും ഇരിക്കുന്ന ഒരു സമയം വരുന്നുണ്ട്. Hallelujah. ഹല്ലേലൂയ. Without finishing the race, you cannot sit. ഈ ഓട്ടം ഓടി പൂർത്തിയാക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഇരിക്കാൻ കഴിയില്ല. 1 Corinthians chapter 9 and verse number 27 onwards, again Paul is picturizing this race, how to run the race, etc. there. 1 കൊരിന്ത്യർ 9:27 വീണ്ടും പൗലോസ് അവിടെ എങ്ങനെയാണോ ഓട്ടം ഓടേണ്ടത് ആ ഓട്ടക്കളത്തെ കുറിച്ചെല്ലാം പൗലോസ് പറയുന്നു. Now I'm going to take you to the book of Job once again. വീണ്ടും ഇയ്യോബിന്റെ പുസ്തകത്തിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. Chapter 42. അതിന്റെ 42-ാമത്തെ അധ്യായം. I think the last chapter and verse number 12 onwards. അവസാനത്തെ അധ്യായമാണത്. 12-ാമത്തെ വചനം മുതൽ. The Lord blessed the latter part of Job's life more than the former part. ഇങ്ങനെ യഹോവ ഇയ്യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. Hey. This is a special prophetic message for you. ഇത് നിങ്ങൾക്ക് വേണ്ട ഒരു പ്രാവചനിക സന്ദേശമാണ് ഇപ്പോൾ പറയുന്നത്. The Lord blessed the latter part of Job's life more than the former part. ഇതാ യഹോവ ഇയ്യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു. My message today for you is this: the Lord is going to give you the latter part of your life more blessed than the former part. ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ സന്ദേശം ഇതാണ്: നിങ്ങളുടെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹത്തോടെ കർത്താവ് ഒരു പിൻകാലത്തെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് തരികയാ. Come on people, receive, welcome that part. എത്ര പേർ കരങ്ങളടിച്ച് വിശ്വാസത്തോടു കൂടെ ആ പിൻകാലത്തെ ദൈവസന്നിധിയിൽ നിന്ന് സ്വീകരിക്കും? നമ്മുടെ ജീവിതത്തിലേക്ക് അതിനെ ആനയിച്ചാലും. We all know the story of Job, how rich he was, how peaceful he was. But in between, Satan came and messed up his life. He lost everything. And there were questions in his life. One healing crusade I was talking about, the questions he had. I think 122 questions that he had, and he asked God, and God asked back 61 questions or so. So he went through that kind of a phase in his life. ഇതാ ഇയ്യോബിന്റെ ജീവിതം നിങ്ങൾക്ക് അവന്റെ മുൻകാലം അറിയാമല്ലോ. അവൻ സമാധാനപൂർവമായ ഒരു ജീവിതം നയിക്കുകയായിരുന്നു. അവൻ സമ്പന്നനായിരുന്നു. അവന് സകലതും ഉണ്ടായിരുന്നു. ഒരു ഫ്രൈഡേ റിവൈവലിൽ അദ്ദേഹത്തിന്റെ ജീവിതകഥ ഞാൻ വിവരിച്ചതാണ്. 122 ചോദ്യങ്ങൾ ദൈവം ഇയ്യോബിനോട് ചോദിക്കും. ഇയ്യോബ് ദൈവത്തോട് ചോദിക്കുന്നുണ്ട്. ദൈവം അവനോട് 61 ചോദ്യങ്ങൾ തിരികെ ചോദിക്കുന്നത് ഇയ്യോബിന്റെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. We all have questions in life. നമുക്ക് എല്ലാവർക്കും ഇതുപോലെ ചോദ്യങ്ങൾ ദൈവത്തോടുണ്ട്. And many a times we don't get any answer. പലപ്പോഴും അതിന് ഉത്തരവും കിട്ടാറില്ല. I already told you, God is not obliged to give you all explanations. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞ കാര്യമാണ്, നമ്മുടെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം തരേണ്ട ഉത്തരവാദിത്തം ദൈവത്തിനില്ല. Hallelujah. Amen. But instead he will work out everything for our good. പക്ഷേ പകരം ദൈവം ചെയ്യുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ നന്മയ്ക്ക് വേണ്ടി അവൻ കൂടി വ്യാപരിപ്പിക്കുന്ന ദൈവമാണ്. Preach it again, brother. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും നന്മയ്ക്ക് വേണ്ടി, നിങ്ങളുടെ ജീവിതത്തിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടി കർത്താവ് കൂട്ടി യോജിപ്പിക്കുന്നവനാണ്. Do you really believe that? എത്ര പേർ ചേർന്ന് വിശ്വസിക്കുന്നു? The fingers of God, they will orchestrate, coordinate everything for your good. ദൈവത്തിന്റെ വിരലുകൾ സകലതും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. So this is the conclusion. This is the conclusion of the entire story of Job. What is the conclusion? 42:12. The Lord, hello, blessed the latter part of Job's life more than the former part. ഇതാ ഇയ്യോബിന്റെ ജീവിതത്തിന്റെ ആകെ തുക ഇതാണ്. ഈ ഒരു വചനത്തിൽ കാണാം, യഹോവ ഇയ്യോബിന്റെ പിൻകാലത്തെ അവന്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു.
Touch somebody and say, the latter part is coming in your life. അടുത്തിരിക്കുന്ന ആളെ തൊട്ടിട്ട് പറഞ്ഞ് നിങ്ങളുടെ ജീവിതത്തിന്റെ പിൻകാലം വരുന്നുണ്ട്. Aha. Hello, hello, hello. The latter part is coming. നിങ്ങളുടെ ജീവിതത്തിലെ ആ പിൻകാലം വരുന്നുണ്ട്. Hey, the latter part of your life is coming. നിങ്ങളുടെ ജീവിതത്തിന്റെ ആ പിൻകാലം വരാൻ പോവുകയാണ്. And with a few words, the Holy Spirit is picturizing how the latter part of Job was like. ഇതാ ഇയ്യോബിന്റെ ആ പിൻകാലം എങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടതായിരുന്നുവെന്ന് ചില വാക്കുകളിലൂടെ പരിശുദ്ധാത്മാവിടെ ചിത്രീകരിക്കുന്നു. Just read on. It says he had 14,000 sheep, 6,000 camels, 1,000 yoke of oxen, and 1,000 donkeys. അവിടെ താഴെ വായിക്കുകയാണ്, അവന് 14,000 ആടും 6,000 ഒട്ടകവും 1,000 ഏർ കാളയും 1,000 പെൺകഴുതയും ഉണ്ടായി. Now listen to this. In the former part he had only just half. ഈ ഓർക്കുക, മുൻകാലത്ത് ഇതിന്റെ നേർ പകുതിയേ യോബിനുണ്ടായിരുന്നുള്ളൂ. Before the devil came and messed up his life, he had just half. But after the trials, after the temptations, after the tests, everything doubled. ഇതാ പിശാചു വന്ന് തന്റെ സകലത്തെ നശിപ്പിക്കുന്നതിന് മുൻപുള്ള കാലഘട്ടത്തിൽ തനിക്ക് ഇതിന്റെ എല്ലാം പകുതി ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം ഡബിൾ ആയി. എന്നാൽ അതിനുശേഷം ആ ടെസ്റ്റ് അവൻ പാസ്സായപ്പോൾ, ആ പരിശോധനയിലൂടെ അവൻ കടന്നുപോയി കഴിഞ്ഞപ്പോൾ അതെല്ലാം നേരെ ഇരട്ടിയായി വർദ്ധിച്ചു. 13. And he also had 7 sons and 3 daughters. അവന് 7 പുത്രന്മാരും 3 പുത്രിമാരും ഉണ്ടായി. You know, except sons and daughters, everything else doubled. നിങ്ങൾക്കറിയാമല്ലോ, തന്റെ പുത്രന്മാരും അതുപോലെ പുത്രിമാരും ഒഴികെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇരട്ടിയായി. And you know the reason. What is the reason? എന്തായിരുന്നു അതിന്റെ കാരണം? Why didn't the children double? എന്തുകൊണ്ട് കുട്ടികൾ ഇരട്ടിയ എണ്ണം ഉണ്ടായില്ല? Because all the children were up above. The 10 children are already in heaven. 10 children on earth. So total 20. It also doubled. സത്യത്തിൽ ആ 10 കുഞ്ഞുങ്ങൾ നശിച്ചു പോയിട്ടില്ല. അവർ സ്വർഗത്തിലുണ്ട്. ഭൂമിയിൽ 10 കുഞ്ഞുങ്ങളെ കൂടി കർത്താവ് കൊടുത്തു. മൊത്തം 20 കുഞ്ഞുങ്ങൾ. അപ്പോൾ യഥാർത്ഥത്തിൽ അവൻ ഇരട്ടിക്കുക തന്നെയാണ് ചെയ്യുന്നത്. Hallelujah. Hallelujah. Now, verse number 14, the first daughter he named Jemimah, and the second Keziah, and the third Keren Hapuk. ഇതാ 14-ാമത്തെ വചനം, മൂത്തവൾക്ക് അവൻ യമീമ എന്നും രണ്ടാമത്തേവൾക്ക് കെസിയ എന്നും മൂന്നാമത്തേവൾക്ക് കേരൻ ഹപ്പുക് എന്നും പേർ വിളിച്ചു. The girls' names are written here. The 7 sons' names are not written here. 3 പെൺമക്കളുടെയും പേരുകൾ എഴുതിയിട്ടുണ്ട്, എന്നാൽ 7 പുത്രന്മാരുടെ പേരുകൾ എഴുതിയിട്ടില്ല. I don't know why. Maybe daughters are special. എന്താണ് കാര്യം എന്നറിയില്ല. ചിലപ്പോൾ പെൺമക്കളായിരിക്കാം ഏറ്റവും വിശേഷതയുള്ളവർ. And there is another reason why. Because verse number 15 says, nowhere in all the land where they found women as beautiful as Job's daughters, and their father granted them an inheritance along with their brothers. അതിനൊരു കാരണം കൂടെ ഉണ്ടാകാം. 15-ാം വചനത്തിൽ എഴുതിയിരിക്കുന്നു, ഇയ്യോബിന്റെ പുത്രിമാരെ പോലെ സൗന്ദര്യമുള്ള സ്ത്രീകൾ ദേശത്തെങ്ങും ഉണ്ടായിരുന്നില്ല. 3 Miss Universe. ഇതാ മിസ് യൂണിവേഴ്സ് ആയിട്ടുള്ള 3 പെൺകുഞ്ഞുങ്ങൾ. Wow, God blessed his children with beauty and handsomeness, health, and all kinds of blessings. ഇതാ തന്റെ മക്കളെ എല്ലാം സൗന്ദര്യം കൊണ്ടും ആരോഗ്യം കൊണ്ടും എല്ലാവിധ അനുഗ്രഹങ്ങളാലും കർത്താവ് നിറച്ചനുഗ്രഹിച്ചു. I just want to declare this: if you are going through any test or any trial, double is coming. ഇതാ നിങ്ങൾ ആരെങ്കിലും പ്രശ്നങ്ങളിലൂടെ കഷ്ടതയിലൂടെ കടന്നു പോകുന്നെങ്കിൽ ഇതാ ഇരട്ടി അനുഗ്രഹം വരാൻ പോകുന്നു. അടിക്ക് നന്നായിട്ട് സ്വീകരിക്കും. വെൽക്കം ചെയ്യും. God will compensate double for all your trouble. ഇതാ നിങ്ങളുടെ സകല കഷ്ടതകൾക്കും പകരമായി ഇരട്ടി നൽകി ദൈവം നികത്താൻ പോവുകയാണ്. Now, verse number 16. After this, Job lived 140 years. He saw his children and their children to the 4th generation. അതിന്റെ ശേഷം ഇയ്യോബ് 140 സംവത്സരം ജീവിച്ചിരുന്നു. അവൻ മക്കളെയും മക്കളുടെ മക്കളെയും 4 തലമുറയോളം കണ്ടു. I just want to say this over you. God is going to give you long life. ഇതാ നിങ്ങളെ നോക്കി ഞാനിത് പറയുകയാണ്, ദൈവം നിങ്ങൾക്ക് ദീർഘായുസ്സ് തരുന്നു. Somebody grab it. എത്ര പേർ അത് പിടിച്ചെടുക്കും? ആ അനുഗ്രഹത്തെ പിടിച്ചെടുക്കുക. Come on. ആമേൻ.
My father died so and so age, my mother died so and so age, my grandpa died. That doesn't matter. You are a new breed. ഇതാ എൻ്റെ അപ്പൻ ഇത്രാമത്തെ വയസ്സിൽ മരിച്ചു, എൻ്റെ അമ്മ ഇത്രാമത്തെ വയസ്സിൽ മരിച്ചു, എൻ്റെ മുത്തശ്ശൻ ഇത്രാമത്തെ വയസ്സിൽ മരിച്ചു. അതൊന്നും ഇവിടെ പ്രശ്നമല്ല. നിങ്ങൾ ഒരു പുതിയ സൃഷ്ടിയാണ്, നിങ്ങളൊരു പുതിയ ഇനമാണ്. I think this morning or yesterday morning, the Holy Spirit was speaking up inside of me, and He showed me something. A person living in the Word is living in God. ഇതാ ഇന്ന് രാവിലെയാണ് തോന്നുന്നു പരിശുദ്ധാത്മാവ് എൻ്റെ അകത്തൊരു കാര്യം കാണിച്ചു തന്നു. ഒരു വചനത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിലാണ് ജീവിക്കുന്നത്. മനസ്സിലായിട്ടില്ല, പറഞ്ഞോളൂ. വചനത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ദൈവത്തിലാണ് ജീവിക്കുന്നത്. Because word is God. കാരണം വചനം ദൈവം തന്നെ. Logos is God. ഇതാ ദൈവത്തിന്റെ ലോഗോസ്, അത് ദൈവമാണ്. So how much you can saturate your heart, your thinking and everything with the word, you are filling yourself with God. ഇതാ എത്രത്തോളം ദൈവവചനത്താൽ നിങ്ങളുടെ അകത്ത് നിങ്ങളെ നിറയ്ക്കാമോ അത്രത്തോളം നിങ്ങൾ ദൈവത്താൽ നിറയപ്പെടുകയാണ്. See, in the beginning was the word. The word was God. The word was with God. Everything that was created by the word, and nothing that was created so and so and so on and so forth. It comes, and then in him was life. ഇതാ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടായിരുന്നു, വചനം ദൈവമായിരുന്നു. ഇങ്ങനെ പറഞ്ഞു വന്നിട്ട് അവസാനം പറയുകയാണ് അവനിൽ ജീവനുണ്ടായിരുന്നു. So in the word there is life. John 6:63. ഇതാ John 6:63. യോഹന്നാൻ 6:63 വചനത്തിന്റെ അകത്ത് ജീവനുണ്ട്. Hallelujah. Hallelujah. So in the word there is spirit and life. വചനത്തിന്റെ അകത്ത് ജീവനും ആത്മാവുമുണ്ട്. So living in the word means living in God. അതുകൊണ്ട് വചനത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ ജീവിക്കുക. So living in the word means living in the life. ഇതാ വചനത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ആ ജീവനിൽ ജീവിക്കുക. Can I tell you one more thing? There is no death in God. ഒരു കാര്യം കൂടി ഞാൻ ചേർത്ത് പറയട്ടെ, ദൈവത്തിൽ യാതൊരു മരണവുമില്ല. Hallelujah. Hallelujah. That means when you live in the word, when you live in God, there is no death. You will never die. ഇത് നിങ്ങൾ വചനത്തിൽ ജീവിക്കുമ്പോൾ, നിങ്ങൾ ദൈവത്തിൽ ജീവിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും മരിക്കുന്നില്ല. This is why Jesus said, if you believe, you will never die. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ നിങ്ങൾ ഒരു നാളും മരിക്കുകയില്ല. Just you will receive a new body, that's all. നിങ്ങൾക്കൊരു പുതിയ ശരീരം കിട്ടും, അത്രേ ഉള്ളൂ. Hallelujah. Hallelujah. That spirit man, you are basically you are a spirit being. You will just change your housing, that's all. You will never die. ഇതാ നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ, ഒരു ആത്മജീവിയാണ്. നിങ്ങളുടെ ആ പാർപ്പിടം നിങ്ങൾ മാറുന്നതേ ഉള്ളൂ, അത്ര മാത്രം വ്യത്യാസം വരുന്നുള്ളൂ. Hallelujah. Hallelujah. Touch somebody and say, one day you will change your housing. അടുത്തിരിക്കുന്ന ആൾ തൊട്ടിട്ട് പറഞ്ഞ ഒരു ദിവസം നിങ്ങളുടെ ഈ പാർപ്പിടം നിങ്ങൾ മാറ്റും. Yeah, it is becoming old, so God is going to give you a brand new housing. ഈ വീട് ഇച്ചിരി പഴകി തുടങ്ങി, പഴക്കൊക്കെ തട്ടി തുടങ്ങി, അതുകൊണ്ട് കർത്താവ് പുതിയൊരു ശരീരം, പുതിയൊരു വീട് തരാൻ പോവുകയാണ്. You are the same, you will never die. നിങ്ങൾ സെയിം തന്നെയാണ്, നിങ്ങൾ Because you have put your faith in God, Jesus, you will never die. അതുകൊണ്ട് നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നത് കൊണ്ട്, നിങ്ങളുടെ വിശ്വാസം യേശുവിലായതുകൊണ്ട് ഒരു നാൾ നിങ്ങൾ മരിക്കുന്നില്ല. So touch somebody and say, so fill yourself with word as much as possible. അടുത്തിരിക്കുന്ന ആൾ തൊട്ടിട്ട് ഒന്നുകൂടെ പറയുക, എത്രത്തോളം നിങ്ങളുടെ അകത്ത് വചനം നിറക്കാമോ അത്രത്തോളം വചനം നിറക്കുക. Coming back to Job's story, verse number 17, and so Job died an old man and full of years. ഇതാ 42-ാം അധ്യായത്തിലേക്ക് നമ്മൾ മടങ്ങി വരികയാണ്. അങ്ങനെ ഇയ്യോബ് വൃദ്ധനും കാലസമ്പൂർണനുമായി മരിച്ചു. When he died in faith in the Redeemer. അവൻ മരിച്ചപ്പോൾ വീണ്ടെടുപ്പുകാരനിലുള്ള വിശ്വാസത്തിൽ അവൻ മരിച്ചു. Because he declared one thing, one day I will see him with a new redeemed body. കാരണം ഇയ്യോബ് ഇങ്ങനെ പ്രസ്താവിച്ചു, ഞാൻ ഒരിക്കൽ ദേഹസഹിതനായി വീണ്ടെടുക്കപ്പെട്ട ശരീരത്തോടുകൂടി എൻ്റെ രക്ഷകനെ കാണും. Can I tell you something? You are now living in the former part.
ഇപ്പോൾ നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം എന്നത് നിങ്ങളുടെ മുൻകാലമാണ്. But the latter part is coming. എന്നാൽ നിങ്ങളുടെ പിൻകാലം വരാൻ പോകുന്നു. In the former part, you may be an anonymous living on earth. ഇതാ നിങ്ങളുടെ മുൻകാലത്ത് കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അജ്ഞാത കാലഘട്ടമായിരുന്നു. Nobody knows you are existing in this planet. ഈ ഭൂമി എന്ന ഗ്രഹത്തിൽ നിങ്ങൾ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് പോലും അനേകർക്ക് അറിയില്ല. You are living in obscurity, insignificance. നിങ്ങൾ ആരാലും പ്രത്യേകമായി വില കൽപ്പിക്കപ്പെടാതെ ഒരു പ്രാധാന്യമില്ലാത്തൊരു വ്യക്തിയായിട്ടായിരിക്കാം നിങ്ങൾ വസിക്കുന്നത്. I need your attention now. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. You may be being tested and tempted and ridiculed and sold out. You are beaten down. You think that God has rejected you. ഒരു പക്ഷേ നിങ്ങൾ എല്ലാവരാലും നിന്ദിക്കപ്പെട്ട് പരിഹസിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് തള്ളപ്പെട്ട് നിങ്ങൾ പോലും ചിന്തിക്കുന്നു കർത്താവ് പോലും എന്നെ ഉപേക്ഷിച്ചുവോ എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും. You may be being mistreated. You may be tormented. അനേകരാൽ പീഡിപ്പിക്കപ്പെടുകയും അനേകരാൽ പുച്ഛിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിലാകാം. You may be suffering a lot of mistreatments from others, unfair treatment from others. മറ്റുള്ളവരാൽ നിങ്ങൾ തള്ളപ്പെടുന്ന ഒരു അവസ്ഥയിലായിരിക്കാം. And you know for sure that your prayers are not answered properly. മാത്രമല്ല നിങ്ങളുടെ അകത്ത് നിങ്ങൾ തിരിച്ചറിയുന്നു എൻ്റെ പ്രാർത്ഥനകൾക്ക് വേണ്ട രീതിയിലുള്ള ഉത്തരം കിട്ടുന്നില്ലല്ലോ. And your life seems to be going in the opposite direction of your dream. നിങ്ങളുടെ സ്വപ്നങ്ങളുടെ എതിർദിശയിലേക്കാണ് നിങ്ങളുടെ ജീവിതം പോകുന്നത് നിങ്ങൾ ചിന്തിക്കുന്നു. And your character is being tested. മാത്രമല്ല നിങ്ങളുടെ സ്വഭാവം എപ്പോഴും പരീക്ഷിക്കപ്പെടുകയാണ്. Job was tested. യോബ് അതുപോലെ പരീക്ഷിക്കപ്പെട്ടു. Abraham was tested. അബ്രഹാം അതുപോലെ പരീക്ഷിക്കപ്പെട്ടു. Joseph was tested. യോസഫ് അതുപോലെ പരീക്ഷിക്കപ്പെട്ടു. David was tested. ദാവീദ് പരീക്ഷിക്കപ്പെട്ടു. Daniel was tested. ദാനിയേൽ അതുപോലെ പരീക്ഷിക്കപ്പെട്ടു. Jesus was tested. യേശു അതുപോലെ പരീക്ഷിക്കപ്പെട്ടു. That is the former part of your life. അത് നിങ്ങളുടെ ജീവിതത്തിന്റെ മുൻകാലമാണ്. Many years ago, we were living in the first office of our ministry, a small house in Ernakulam North. എറണാകുളം നോർത്തിലുള്ള ഒരു ചെറിയ വീട് അത് തന്നെയായിരുന്നു നമ്മുടെ ഓഫീസ്. അവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ Nehemiah was born there. അവിടെയാണ് നെഹമായ ജനിച്ചത്. One day, one man of God came to stay with us. ഞങ്ങളുടെ കൂടെ പാർക്കുവാനായി ഒരു ദൈവമനുഷ്യൻ വന്നു. So we sat down to pray one night. ആ രാത്രി പ്രാർത്ഥിക്കുവാൻ അദ്ദേഹത്തിന്റെ ഒപ്പം ഞങ്ങൾ ഇരുന്നു. We sang songs, we were praying, we were singing, worshiping God. പാട്ടുപാടി ആരാധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേ ഞങ്ങൾ ഇരിക്കുകയാണ്. And this man of God spoke up and gave us a prophecy. എന്നാൽ ഈ ദൈവവൃത്തൻ പെട്ടെന്ന് ഞങ്ങൾക്കൊരു ഒരു പ്രവചനം തന്നു. This is what he said. I see a vision like this. ഞാൻ ഇങ്ങനെ ഒരു ദർശനം കാണുന്നു. You are standing and there are only very few people around you. നിങ്ങൾ നിൽക്കുന്നു എന്നാൽ നിന്റെ ചുറ്റും വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. That is your first phase. അത് നിങ്ങളുടെ ആദ്യ കാലഘട്ടമാണ്. Then after that he said he saw a vision. More people are around but people are stoning at you. പിന്നീട് അദ്ദേഹം പറഞ്ഞത് കുറച്ച് കൂടുതൽ ആളുകൾ ചുറ്റും നിൽക്കുന്നു പക്ഷേ ആ ആളുകൾ നിന്നെ കല്ലെറിയുന്നു. Then that vision passed and then he saw another phase. In another phase I see is thousands and thousands of people standing around you applauding and praising God. എന്നാൽ ആ ഘട്ടം കടന്നുപോയി അടുത്ത ഘട്ടത്തിന്റെ ദർശനം കർത്താവ് കാണിച്ചു കൊടുത്തു. ആയിരക്കണക്കിന് ആളുകൾ കരഘോഷത്തോടുകൂടി ദൈവദാസനെ അഭിനന്ദിക്കുന്ന ഒരു ചിത്രം പരിശുദ്ധാത്മാവ് കാണിച്ചു. ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ചിത്രം. Hallelujah. Hallelujah. I still remember that. ഞാൻ ഇപ്പോഴും അത് ഓർത്തിരിക്കുകയാണ്. That was the beginning of our ministry. നമ്മുടെ ശുശ്രൂഷയുടെ ആരംഭഘട്ടത്തിലാണ് അത് This സംഭവിച്ചത്. man of God, after that, I think I have not seen him, but this I remember. Your life will go through different phases. ആ ദൈവത്തെ അതിന് ശേഷം ഞാൻ കണ്ടിട്ടേയില്ല. എന്നാൽ അദ്ദേഹം പറഞ്ഞ ഈ ഘട്ടങ്ങളിലൂടെ എൻ്റെ ജീവിതം കടന്നു പോകുമെന്ന് പറഞ്ഞത് വളരെ വ്യക്തമായി ഞാൻ ഓർത്തിരിക്കുന്നു. God is the designer and the architect of your life. ദൈവമാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ശില്പിയും രൂപകൽപ്പന ചെയ്യുന്നവനും. History is his story. ചരിത്രം എന്നത് അവന്റെ കഥയാണ്. Your history is also his story because he is in your life. He is involved. നിങ്ങളുടെ ജീവചരിത്രം എന്നത് അത് യേശുവിന്റെ ചരിത്രം തന്നെയാണ്. കാരണം അവൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉൾപ്പെട്ടു നിൽക്കുകയാണ്.
Come on, people. എത്ര പേർ സന്തോഷത്തോടെ അവതരത്തെ Your സ്വീകരിച്ചു? story is also his story. അത് നിന്റെ കഥ, നിങ്ങളുടെ ജീവിത കഥ, അത് യേശുവിന്റെ ജീവിത കഥയാണ്. Without him, where would be our life? ആ യേശു നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ ജീവിതം എവിടെയായിരിക്കും? So my story is Jesus' story. അതുകൊണ്ട് എന്റെ ജീവിത കഥ യേശുവിന്റെ കഥയാണ്. He is writing my story. യേശുവാണ് എന്റെ ജീവിത കഥ എഴുതുന്നത്. He is setting every scene and phase, every chapter. അതിന്റെ ഓരോ അധ്യായങ്ങളും ഓരോ രംഗങ്ങളും അതിനെ ക്രമീകരിക്കുന്നത് യേശുവാണ്. Can I tell you something? നിങ്ങളോട് പറയട്ടെ, Your former part will soon pass away. നിങ്ങളുടെ ആ മുൻകാലം വേഗത്തിൽ തീർന്നു പോകും. Again, നിങ്ങളുടെ മുൻകാലം വേഗത്തിൽ തീർന്നു പോകും. just like a fleeting shadow, your former life will pass and the latter life will come. ഒരു നിഴൽ ഭാരി പോകുന്നത് പോലെ നിങ്ങളുടെ ആ മുൻകാലം കടന്നു പോവുകയും നിങ്ങളുടെ പിൻകാലം ആഗതമാവുകയും ചെയ്യും. What is your latter part of life? എന്താണ് നിങ്ങളുടെ ജീവിതത്തിന്റെ പിൻകാലം? After the tests and the trials and the temptation, all the mistreatments, there comes promotion. ഇതാ എല്ലാ പ്രലോഭനങ്ങൾക്കും പരിശോധനകൾക്കും എല്ലാ അവഹേളനങ്ങൾക്കും ശേഷമായി ഇതാ ഒരു ഉയർച്ച, ഒരു സ്ഥാനക്കയറ്റം വരികയാണ്. Any person expecting promotion from man will be frustrated. ഇതാ മനുഷ്യരിൽ നിന്നും ഒരു ഉയർച്ച പ്രതീക്ഷിക്കുന്ന എല്ലാ മനുഷ്യരും അവർ നിരാശരായി പോകും. Again, മനുഷ്യരിൽ നിന്ന് ഒരു ഉയർച്ച പ്രതീക്ഷിക്കുന്ന വ്യക്തി ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നിരാശരായി പോകും. say it again. മനുഷ്യരിൽ നിന്ന് ഒരു ഉയർച്ചയോ കയറ്റമോ പ്രതീക്ഷിക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ അവർ നിരാശരായി പോകും. But the Bible says promotion comes from the Lord. എന്നാൽ വചനം പറയുന്നു ഉയർച്ച ദൈവത്തിൽ നിന്ന് വരുന്നു. When you have passed the test, the angels will be typing down your promotion letter. ഇതാ നിങ്ങൾ ഒരു പരിശോധന പാസ്സാകുമ്പോൾ തന്നെ ദൈവത്തിന്റെ ദൂതന്മാർ നിങ്ങളുടെ പ്രൊമോഷൻ ലെറ്റർ ടൈപ്പ് ചെയ്യുകയാണ്. Everybody lift your hands like this. ഇതുപോലെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? And say this after me, my promotion comes from the Lord. കൂടെ ചേർന്ന് പറയാമോ? എന്റെ ഉയർച്ച ദൈവത്തിൽ നിന്ന് വരുന്നു. Repeat. എന്റെ ഉയർച്ച ദൈവത്തിൽ നിന്ന് വരുന്നു. Repeat loud. എന്റെ ഉയർച്ച ദൈവത്തിൽ നിന്ന് വരുന്നു. Declare it loud. എന്റെ ഉയർച്ച ദൈവത്തിൽ നിന്ന് വരുന്നു. And everybody say, I don't expect any promotion from any man. വീണ്ടും പറയാമോ? മനുഷ്യരിൽ നിന്ന് ഞാൻ യാതൊരു ഉയർച്ചയും പ്രതീക്ഷിക്കുന്നില്ല. Say it again, say it again. മനുഷ്യരിൽ നിന്ന് യാതൊരു ഉയർച്ചയും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. Let somebody and say, I don't expect any promotion from you. അടുത്തിരിക്കുന്ന ആളെ തൊട്ടിട്ട് പറഞ്ഞു, നിന്നിൽ നിന്ന് യാതൊരു ഉയർച്ചയും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. But I expect my promotion from God. പക്ഷേ എന്റെ ദൈവത്തിൽ നിന്ന് ഒരു വലിയ ഉയർച്ച ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. Thank you Jesus. Thank you Jesus. Joseph's promotion did not come from his father. ഇത് യോസേഫിന്റെ ഉയർച്ച അവന്റെ അപ്പനിൽ നിന്നല്ല വന്നത്. His promotion did not come from his brother. അവന്റെ ഏറ്റവും മൂത്ത ചേട്ടനിൽ നിന്നല്ല അവന്റെ ഉയർച്ച വന്നത്. Not from Judah. യൂദയിൽ നിന്നല്ല. Not from Naphtali. നഫ്താലിയിൽ നിന്നല്ല വന്നത്. Not from Simeon. ശിമയോനിൽ നിന്നല്ല Not വന്നത്. from Levi. ലേവിയിൽ നിന്നല്ല വന്നത്. His promotion did not come from Potiphar. പൊത്തിഫേറിൽ നിന്നുമല്ല അവന്റെ ഉയർച്ച വന്നത്. His promotion did not come from even Pharaoh. ഫറവോനിൽ നിന്ന് പോലും അല്ല വന്നത്. His promotion came from the Lord. അവന്റെ ഉയർച്ച വന്നത് ദൈവത്തിൽ നിന്നാകുന്നു. Psalm 121, I lift my eyes to the hills, to the mountain. Where shall my help come from? My help comes from the Creator of the heaven and earth. ആമേൻ. സങ്കീർത്തനങ്ങൾ 121 പറയുകയാണ്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച യഹോവയിൽ നിന്ന് വരുന്നു. Your promotion is established. Your promotion letter has been already typed. It is sure that you will be promoted because God will never lie. ഇതാ നമ്മുടെ ദൈവം ഒരിക്കലും നുണ പറയാത്തവനാണ്, വ്യാജം പറയാത്തവനാണ്. നിങ്ങളുടെ പ്രമോഷൻ അത് സാങ്ഷനായി കഴിഞ്ഞു. ആ ലെറ്റർ റെഡിയായി കഴിഞ്ഞു. The latter part is coming. ഇതാ നിങ്ങളുടെ പിൻകാലം വരാൻ പോവുകയാണ്. It can come just like an overnight miracle or like a slow miracle in the life of Job. ഇതാ ഇയ്യോബിന്റെ ജീവിതത്തിൽ ഒരു സാവകാശമുള്ള ഒരു അത്ഭുതമായിട്ടായിരിക്കാം അത് വന്നത്. In the life യോസഫിന്റെ ജീവിതത്തിൽ ഓവർനൈറ്റ് മിറക്കിൾ ആയിട്ട് വന്നു. ഇയ്യോബിന്റെ ജീവിതത്തിൽ സാവധാനമാണ് വന്നത്. But promotion is assured.
ആമേൻ. യോസെഫിന്റെ ജീവിതത്തിൽ ഒറ്റ രാത്രി കൊണ്ട് അത്ഭുതം നടന്നു. എന്നാൽ ഇയ്യോബിന്റെ ജീവിതത്തിൽ അത് ക്രമേണയായിരുന്നു. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, ഉയർച്ച വന്നിരിക്കും.